ഇന്ത്യ രാജ്യത്തിൻ്റെ രക്ഷാധികാരിയും ഭരണാധികാരിയുമായി നബി മുഹമ്മദുർ റസൂലുള്ളാഹ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നിശ്ചയിച്ചിരിക്കുന്ന ആളാണ് ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു. യാ ശൈഖനാ യാ ഖുത്ബ ദായിറത്തൽ വിലായത്തി ഗൗസന അൽ മദദ് യാ ശൈഖ അജ്മീർ മുഈനുദ്ദീൻ ലാ ഇലാഹ ഇല്ലല്ലാഹു. ഖാജ തങ്ങൾ ഒരിക്കൽ ഗൗസുൽ ആലം ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളോട് ചോദിച്ചു, ഷെയ്ഖ് അവറുകളെ, ഈ ബഗ്ദാദ് അടക്കമുള്ള സ്ഥലത്തിൻ്റെ സംരക്ഷണത്തിനും അവിടുത്തെ ഖിദ്മത്തിനും എനിക്ക് സമ്മതം തരുമോ? ഖാജ തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ഖിദ്മത്തിന് വേണ്ടി ഇന്ത്യ രാജ്യം നൽകുന്നതിന് വേണ്ടി ഞാൻ ഉപ്പാപ്പയോട് ശുപാർശ ചെയ്തോളാം. ഖാജ തങ്ങൾ മദീന മുനവ്വറയിൽ ഉപ്പാപ്പ മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹളറത്തിലെത്തിയപ്പോൾ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ഖാജ തങ്ങളെ വിളിച്ചു, യാ മുഈനുദ്ദീൻ അന്ത സുൽത്താനുൽ ഹിന്ദി വ വലിയുഹ ദാക മസ്കനുക വ മദ്ഫനുക. നിന്നെ ഞാൻ ഇന്ത്യ രാജ്യത്തിൻ്റെ രക്ഷാധികാരിയും ഭരണാധികാരിയുമായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി മുതൽ ഭൂമിയുടെ ഉപരിതലത്തിലും അന്തർഭാഗത്തും ഹയാത്ത് കാലത്തും മരിച്ചു കിടക്കാനും നിങ്ങൾക്കുള്ള സ്ഥലം ഇന്ത്യ രാജ്യമാണ്. ഖാജ തങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അക്കാലത്ത് യാത്ര ചെയ്ത് ഇങ്ങനെ വന്നിട്ട് ബഗ്ദാദ് വഴി കാണ്ഡഹാറിലെത്തി. ഇന്നത്തെ എന്താ പറയാ, അഫ്ഗാനിസ്ഥാൻ്റെ തലസ്ഥാനമാണ് കാണ്ഡഹാർ. കാണ്ഡഹാറിൽ നിന്നാണ് പിന്നീട് നേരെ ഡൽഹിയിലേക്ക് വരുന്നത്. സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ടവരുടെ ആ യാത്രാമധ്യേ ഒരു പ്രദേശത്ത് എത്തിയപ്പോൾ അവിടെ തീയിനെ ആരാധിക്കുന്ന ആൾക്കാരാണ്, അഗ്നി ആരാധകർ, മജൂസികൾ എന്നാണ് ഖുർആനിലും കിതാബിലും ഒക്കെ അവരെ പറയാം. മജൂസികൾ, തീയിനെ ആരാധിക്കുന്ന ആൾക്കാർ. ഖാജ തങ്ങൾ ഒരു പ്രദേശത്ത് എത്തി നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ ശക്തിയായി തീ കത്തിച്ചിട്ട് അതിനെ ആരാധിക്കാൻ, അതിനെ തൊഴുതുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. ഖാജ തങ്ങൾ പറഞ്ഞു, ഈ തീയിന് പ്രത്യേകിച്ച് യാതൊരു ശക്തിയും ഇല്ല. ആ തീയിന് അള്ളാഹു തആല കൊടുത്ത ശക്തിയേ ഉള്ളൂ. അത് തന്നെ നിങ്ങൾ ആരാധിച്ചു എന്നതുകൊണ്ട് നിങ്ങൾക്കിതൊരു ഉപകാരവും ചെയ്യുകയില്ല. അപ്പൊ ജനങ്ങളൊക്കെ ഖാജ തങ്ങളെ പറഞ്ഞു, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ആ സമയത്ത് ഖാജ തങ്ങൾ പറഞ്ഞു, ഈ ആളിക്കത്തുന്ന തീയിനെ നിങ്ങൾ ബഹുമാനിച്ച് ആരാധിക്കുന്നില്ലേ? അബദ്ധത്തിൽ പോലും നിങ്ങൾ ഒരാളെ ഈ തീയിൽ തട്ടിപ്പോയാൽ കരിഞ്ഞു പോകൂലേ? ഒരു ചെറിയ കുട്ടിയുടെ വിരല് ആ തീയിൽ തട്ടിപ്പോയാൽ അതിൻ്റെ വിരല് കത്തിപ്പോകൂലേ? ഈ തീയിന് സ്വന്തമായി ഒരു ശക്തിയും ഇല്ല. ഞാൻ വിശ്വസിക്കുന്ന ആ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് ഈ തീയ്. അതുകൊണ്ട് തീയിന് സ്വന്തമായി ശക്തിയില്ല, എൻ്റെ റബ്ബ് കൊടുത്ത ശക്തിയേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളൊക്കെ റബ്ബിനെ വിശ്വസിക്കണം. ആ സമയത്ത് നാട്ടുകാരെല്ലാവരും വളഞ്ഞിട്ട് പറഞ്ഞു, എന്നാൽ പിന്നെ നിങ്ങൾ പറയുന്ന റബ്ബിൻ്റെ ശക്തി ഞങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ഈ തീയിലൊന്ന് പോയി വരുമോ എന്ന് ചോദിച്ചു. പിന്നെ അതാണല്ലോ വേണ്ടിയത്. തീയിനങ്ങനെ കരിക്കാൻ ശക്തിയില്ലെങ്കിൽ നിങ്ങൾ ഈ തീയിൽക്കൊന്ന് പോയി വരാൻ തയ്യാറുണ്ടോ ചോദിച്ചു. ഖാജ തങ്ങൾ പറഞ്ഞു, അതെ, ഞാൻ തീയിൽ പോയിട്ട് വരാം, പക്ഷേ ഒരു ഡിമാൻഡ് നിങ്ങൾ അംഗീകരിക്കണം. അതെന്താ? ഞാൻ ആ തീയിൽ പോയിട്ട് ഒരു കേടും പറ്റാതെ തിരിച്ചു വന്നാൽ നിങ്ങൾ ഞാൻ പറയുന്ന റബ്ബിനെ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചു. ജനങ്ങളെല്ലാവരും സമ്മതിച്ചു, അതെ, ഞങ്ങൾ റെഡിയാണ്. അപ്പൊ ഖാജ തങ്ങൾ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യണം, നിങ്ങളെ നാട്ടിൽ നിന്ന് ഒരാളെയും കൂടി ഞാൻ പോകും. നിങ്ങളെ നാട്ടിൽ നിന്ന് ഒരു ചെറുപ്പക്കാരനെ കൂട്ടിയിട്ടാണ് ഞാൻ തീയിലേക്ക് പോകുക. അതെന്തിനാ? മറ്റത് ഞാൻ പോയി വന്നാൽ നിങ്ങൾ പറയും അത് ജാലവിദ്യയാണ്, അത് കങ്കട്ടാണ്, അത് മറ്റതാണ് മറിച്ചതാണ് എന്ന് പറയും. അതുകൊണ്ട് നിങ്ങളെ നാട്ടിൽപ്പെട്ട ഒരാളെയും കൂടി എൻ്റെ കൂടെ അയക്കണം. ഞങ്ങൾ രണ്ടാളും കൂടി തീയിൽ പോയിട്ട് വരാം. സുബ്ഹാന ജല്ല ജലാലു. നാട്ടുകാർ മുഴുവനും ചുറ്റുഭാഗത്ത് തടിച്ചുകൂടി. ബഹുമാനപ്പെട്ട ഖാജ തങ്ങൾ ആ ചെറുപ്പക്കാരൻ്റെ കയ്യും പിടിച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽനാ യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹീം. ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ ചിശ്തി തങ്ങൾ അവർകൾ അജ്മീർ ഖാജ തങ്ങൾ വഴിയിൽ വെച്ചുകൊണ്ട് അഗ്നി ആരാധകരെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു ചെറുപ്പക്കാരൻ്റെ കയ്യും പിടിച്ചിട്ട് ആ ആളിക്കത്തുന്ന തീയിലേക്ക് അങ്ങോട്ട് പോകുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽനാ യാ നാറു കൂനി
ബർദം വസലാമൻ അലാ ഇബ്രാഹീം. ഓളി കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് അങ്ങോട്ട് നടന്നു. ആ കത്തിക്കൊണ്ടിരിക്കുന്ന തീയിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഇബ്രാഹിം നബി ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളും ആ ചെറുപ്പക്കാരനും ആ അഗ്നികുണ്ടാരത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് സഭയിലേക്ക് ഇങ്ങനെ നോക്കി പുഞ്ചിരിച്ചപ്പോൾ നാട്ടുകാർ ഒന്നായിട്ട് ആർത്ത് ഇരമ്പിക്കൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, എല്ലാവരും ഷഹാദത്ത് കലിമ ചൊല്ലി. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇസ്ലാം ലോകത്ത് വളർന്ന സംഭവം, ഇസ്ലാം ലോകത്ത് പ്രചരിച്ച സംഭവം, ഔലിയാക്കളുടെയും അമ്പിയാക്കളെയും ചരിത്രങ്ങളിൽ എത്രയാണ് രേഖപ്പെട്ട് കിടക്കുന്നത്?